തകഴിയുടെ അവൻ്റെ സ്മരണകൾ ഭാഗം 1. കറുത്ത പുള്ളികളുള്ള ഒരു വെള്ളപ്പട്ടിയുണ്ടായിരുന്നവിടെ. അവൻ കൂടെ കൂടെ എന്നെ നോക്കി പല്ലിളിച്ചു മുറുമുറുക്കുമായിരുന്നു. അവൻ എന്നോട് പ്രത്യേകമായ ഒരു ഇഷ്ടക്കേട്, അത്രയുമേ ഉള്ളൂ. അതിനു കാരണം അവനെ കൂടാതെ 4 പട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അവർ 5 പേരും ഒരു കൈയായിരുന്നു. എന്നാലും അവർക്കാർക്കും എച്ചിൽ വീപ്പയുടെ അടുത്തെങ്ങും എത്താൻ ഒത്തിരുന്നില്ല. ഞങ്ങൾ സമ്മതിക്കുമായിരുന്നില്ല. ഞങ്ങൾ വേണ്ടത്ര തിന്നു കഴിഞ്ഞാൽ അവിടെ നിന്നു മാറും. പിന്നെ പാത്തും പതുങ്ങിയും അവർ എച്ചിൽ വീപ്പയിലേക്ക് ചാടും. ഞങ്ങളെന്നു പറഞ്ഞാൽ ആരാണെന്നോ? ഞാനും എൻ്റെ അമ്മയുമല്ല, ഞാനും എൻ്റെ അച്ഛനുമല്ല, ഞാനും എൻ്റെ ചേട്ടനുമല്ല, ഞാനും എൻ്റെ കൂട്ടുകാരനുമല്ല, ഞാനും എൻ്റെ പട്ടിയുമായിരുന്നു. അതെ, അതായിരുന്നു ഞങ്ങൾ. അവന് മറ്റേതൊരു പട്ടിയേക്കാളും ഇരട്ടി വലിപ്പമുണ്ട്, കരുത്തുമുണ്ട്. മറ്റെല്ലാ പട്ടികൾക്കും അവനെ പേടിയായിരുന്നു. ഒരു ദിവസം ഞാനൊരു സ്വാദുള്ള ഇല നക്കുകയായിരുന്നു. എൻ്റെ പട്ടി സ്വല്പം അകലെ കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ അന്നു സംഭവിച്ചു. ആ കറുത്ത പുള്ളികളുള്ള വെള്ളപ്പട്ടി കൊതി സഹിക്കാഞ്ഞായിരിക്കാം എൻ്റെ മേൽ ചാടി വീണു. ഞങ്ങൾ തമ്മിൽ ഉരുണ്ടു പിരുണ്ടു. മറ്റൊരു മനുഷ്യക്കൊച്ചായിരുന്നെങ്കിൽ അവൻ്റെ പിടലി പട്ടിയുടെ വായിൽ ഒതുങ്ങി ഞരമ്പ് ആ പട്ടിയുടെ വളഞ്ഞ പല്ലിൽ കുരുത്തു പോകുമായിരുന്നു. ഞാൻ പട്ടികളുടെ കൂടെ വളർന്നവനാണ്. ഉരുണ്ടൊഴിയാനും തള്ളി മാറ്റാനും തിരിച്ചു കടിക്കാനും ഒക്കെ എനിക്ക് കഴിയും. ഒരു ചെറിയ പട്ടിയെ വലിയ പട്ടി കടിപിടി കൂടുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ തന്നെ. അപ്പോഴേക്കും കൊതിക്കറിവ് പിടിച്ച പുറന്തടക്കാരായ മറ്റു പട്ടികൾ 4ഉം കുതിച്ചു ചാടി വീണു. ഞാൻ ആരെ വിളിച്ചു കരയാനാണ്? ഞാൻ കരഞ്ഞു. എൻ്റെ പട്ടിക്ക് അമ്മയെന്നോ അച്ഛനെന്നോ പേരുണ്ടായിരുന്നില്ല. എന്നല്ല, ഒരു പേരുമില്ല. എന്നാലും എൻ്റെ ഉച്ചത്തിലുള്ള കൂവലിൻ്റെയും പട്ടിയുടെ കുരയുടെയും നടുക്ക് ഭൗ എന്ന് കനമുള്ളൊരു ശബ്ദം ഒരു വലിയ കല്ലുപോലെ വന്നു വീണു. ആ ശബ്ദത്തിൻ്റെ പെരുപ്പം പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് വയ്യ. എൻ്റെ പട്ടിയുടെ ഉള്ളിൽ നിന്നാണ് അത് വന്നതെന്ന് എനിക്കിന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറ്റു പട്ടികളെല്ലാം പാഞ്ഞു. ആ കറുത്ത പുള്ളികളുള്ള വെള്ളപ്പട്ടിയുടെ പിടലി എൻ്റെ പട്ടിയുടെ വായിലായിരിക്കുന്നു. അവൻ അതിൻ്റെ പിടിവിടാതെ അലക്കിയടിക്കുന്നു. ഒരു കണക്കിലാണ് വെള്ളപ്പട്ടി കുതിരി രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവനെ കൊന്നു കളയുമായിരുന്നു. ഞാൻ എഴുന്നേറ്റിരുന്നു. എൻ്റെ പട്ടി വാലാട്ടി പെറുപെറുത്തുകൊണ്ട് എൻ്റെ ശരീരത്തിൽ അവിടെയും ഇവിടെയും മണപ്പിച്ചു. അവൻ എന്നോട് ചോദിക്കാനുണ്ട്. എൻ്റെ പുറത്തും നെഞ്ചത്തും എല്ലാം മുരവുണ്ടായിരുന്നു. തുടയിൽ കടിയേറ്റ മുറവും അവിടെ കൂടെ ചോര പൊടിയുന്നുണ്ടായിരുന്നു. അതെല്ലാം അവൻ കണ്ടുപിടിച്ചു. നീളം കൂടിയ നേർത്ത നാക്കുകൊണ്ട് നക്കി തുടയ്ക്കാൻ തുടങ്ങി. ഹോട്ടലിൻ്റെ പിന്നിലെ ഇടുങ്ങിയ ഇടനാഴിയിലെ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ആദ്യത്തെ സംഭവമാണ് ഭൗ എന്ന ശബ്ദം. പിന്നീട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ചാരക്കുണ്ടിലും കുപ്പയിലും ഒക്കെ പെറ്റുകിടക്കുന്ന കുടിച്ചിപ്പട്ടി അകലെ മറ്റു പട്ടികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ കല്ലെറിയാൻ ഓങ്ങുന്ന പിള്ളേരെ കാണുമ്പോൾ അങ്ങനെ കുരയ്ക്കും. പക്ഷെ ഇത്ര കനം ആ കുരയ്ക്കില്ല. ഞാൻ എൻ്റെ ശരീരമാകെ ചിലപ്പോൾ പറപറ ചൊറിയും. മനുഷ്യക്കൊച്ചിൻ്റെ തൊലിയല്ലേ. അപ്പോൾ എൻ്റെ പട്ടി ശരീരമാകെ നക്കി തുടയ്ക്കും. അപ്പോൾ ആ നാക്കിനൊരു ചെറിയ അരമുണ്ട്. അതൊരു സുഖമാണ്. ഒരിക്കൽ അവൻ അങ്ങനെ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹോട്ടലിൻ്റെ പിന്നിലെ വാതിൽക്കൽ നിന്നു 2 പേർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നോക്കിയേ, ആ പട്ടി അവനെ നക്കി തുടയ്ക്കുന്നത് ആ പട്ടിയുടെ കുട്ടിയെപ്പോലെ. അവൻ സുഖിക്കുന്നു. നോക്കി നിന്നിട്ട് ഒരുവൻ പറഞ്ഞു, അവൻ്റെ മേത്തെ ഉപ്പുരസം പട്ടിക്ക് സ്വാദ് പിടിച്ചു. അവൻ്റെ ശരീരത്തിലെ കടിയും തീരുന്നു. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇന്നാണെങ്കിൽ ഇന്നവരെ കാണുകയാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ഞാൻ കുറേ ഉത്തരം പറയുമായിരുന്നു. മനുഷ്യൻ എന്തിനാണ് അവൻ്റെ കുട്ടികളെ കുളിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചേനെ ഞാൻ. എൻ്റെ പട്ടിക്കും അവർ പറഞ്ഞത് മനസ്സിലാകുമായിരുന്നെങ്കിൽ കുറേ ചോദിക്കാനും പറയാനും കാണുമായിരുന്നു. അവർ 2 പേരും കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് ഒരാൾ എൻ്റെ പട്ടിയുടെ നടുവിനൊരു കല്ലെടുത്തെറിഞ്ഞു. അവന് നന്നായി നൊമ്പരപ്പെട്ടു കാണും. അവൻ ചാടി പിന്നിലേക്ക് മാറി. അവരിൽ ഒരാൾ കണ്ണു മിഴിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എണീറ്റ് പോടാ. ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോഴേക്കും മറ്റേയാൾ കുറേ വെള്ളം കോരി എൻ്റെ തല വഴി ഒഴിച്ചു. അവർ പോയി കഴിഞ്ഞ് എൻ്റെ പട്ടി തല മുതൽ നക്കി തുടച്ചു. എന്നെ തോർത്താൻ ആളുണ്ടോ? അവൻ ചുറ്റുപാടും പേടിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവൻ അധികാരമില്ലാത്ത ഒരു പ്രവൃത്തിയല്ലേ. രാത്രിയിൽ അവൻ ചുരുണ്ടുകൂടും. ആ വളയത്തിനുള്ളിൽ ഞാനും ചുരുണ്ടുകൂടും. അവൻ്റെ താടി എൻ്റെ കരണത്തായിരിക്കും. ഞാൻ തണുപ്പറിഞ്ഞിട്ടില്ല. ഞാൻ പേടിച്ചിട്ടില്ല. ഞാൻ രാത്രിയിൽ ഉണർന്ന് ഞരങ്ങുമ്പോൾ ഒരു നേർത്ത ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊരു പാട്ടുണ്ട്. ഇന്നും ആ പാട്ട് എൻ്റെ ചെവിക്കുള്ളിൽ തങ്ങി നിൽക്കുന്നു. ആ ഹോട്ടലിൽ ഒരു കറുത്തു തടിച്ച മനുഷ്യനുണ്ടായിരുന്നു. അവിടുത്തെ ജോലിക്കാരൻ. അയാൾ എന്നെ വളരെ നേരം നോക്കി നിൽക്കാറുള്ളത് പോലെ ഞാൻ ഓർക്കുന്നു. എന്തുകൊണ്ടാണോ എന്തോ. അയാളും എന്നെപ്പോലെ എച്ചിൽ വീപ്പയിൽ വളർന്നവനായിരിക്കാം. എന്നെ നോക്കി നിൽക്കുമ്പോൾ അയാൾ അയാളുടെ ചെറുപ്പകാലം ഓർക്കുന്നുണ്ടായിരിക്കാം. അയാളെയും ഇതുപോലെ ഒരു പട്ടി വളർത്തിയതാണോ എന്തോ. ഒരു ദിവസം അയാൾ എന്നെ നോക്കി വിളിച്ചു, എടാ പട്ടിക്കുട്ടി. ഞാനത് ഗൗനിച്ചില്ല. അടുത്ത നാൾ ഒരു വലിയ ഉരുളച്ചോറ് നീട്ടിക്കൊണ്ട് എന്നെ വിളിച്ചു, പട്ടിക്കുട്ടി. ഞാൻ ഓടിച്ചെന്ന് ചോറ് വാങ്ങി. അയാൾ പല്ലിളിച്ചു. ആദ്യമായി ഒരു മനുഷ്യൻ ഒരു ഉരുള കൈകൊണ്ട് തന്നു. ഞാൻ വാങ്ങിയത് അന്നാണ്. അത് മറക്കാൻ ഒക്കുമോ? തുടർന്ന് എല്ലാ ദിവസവും ഓരോ ഉരുളച്ചോറ് എനിക്ക് കിട്ടി.
പട്ടിക്കുട്ടി എന്ന് വിളി കേൾക്കാൻ ചെവി വട്ടം പിടിച്ച് ഞാൻ കിടന്നു. അപ്പോൾ മുൻപ് പറഞ്ഞ ആ കഥ മാറി എഴുതണം. അതിനെന്ത്, അച്ഛൻ ആരെന്നറിഞ്ഞ് എഴുതുന്ന കഥയല്ലേ നന്ന്. ആ തടിയനെ അച്ഛനെന്ന് തൽക്കാലം ഞാൻ വിളിക്കട്ടെ. എൻ്റെ അച്ഛനെ കാണാതായി കഴിഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പട്ടിയുടെ രോമം കൊഴിഞ്ഞു. അവൻ്റെ കണ്ണിൽ പീള കെട്ടി, വാലിൽ ഒരു വ്രണം. അവനൊന്നും തിന്നാതായി, ചുരുണ്ടുകൂടി കിടപ്പ് തന്നെ. വാലിൽ കടിക്കുകയും ചെയ്യും. ഒരു ദിവസം രാത്രി കുറേ നേരം മുറുമുറുത്തു. പിന്നെ ആ മുറുമുറുപ്പ് കേൾക്കാതായി. ഞാനും അങ്ങുറങ്ങി. ഒരു തണുപ്പ് തോന്നി. ഞാൻ ഉണർന്നു. അവൻ ഞരങ്ങുന്നില്ല. ഞാൻ അവനെ പിടിച്ച് കുലുക്കി നോക്കി. അവൻ അനങ്ങുന്നില്ല. നേരം വെളുത്തു. അവൻ നീണ്ടു നിവർന്നു കിടക്കുന്നു. മറ്റു പട്ടികൾ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എനിക്ക് പേടിയായി. ആ പട്ടികൾ അടുത്തടുത്ത് വരുന്നുണ്ട്. ഞാൻ കല്ല് പെറുക്കി എറിഞ്ഞു. അതാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആദ്യമായി എന്തെങ്കിലും ചെയ്തത്. അന്നുവരെ ആ നശിച്ച പട്ടികളെ എനിക്ക് പേടിയായിരുന്നു. കല്ലെടുത്തെറിയണമെന്ന് എങ്ങനെ തോന്നിയോ എന്തോ. ഞാൻ വലിയ കല്ലുകൾ പെറുക്കി. എന്നാലും ആ പട്ടികൾ മുന്നോട്ട് വരുന്നു. കുറേ നേരം കഴിഞ്ഞ് വീപ്പയിൽ നിന്ന് ഇല വാരിക്കൊണ്ടു പോകുന്നവർ വന്നു. അവർ എൻ്റെ പട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവർ അവനെ വണ്ടിയിൽ കൊണ്ടുചെന്നിട്ടു. അവൻ്റെ പുറത്ത് എച്ചിലയും ചപ്പും ചവറും പലയിടത്തു നിന്നും അവർ വാരിയിട്ടു. ആ വണ്ടിയുടെ പുറകെ ഞാൻ പോയി. കുറേ ആയപ്പോൾ എനിക്ക് വിശന്നു. ഞാൻ തിരിച്ചു വന്നു. ആ പട്ടികളെല്ലാം വീപ്പയിലും ചുറ്റുമുണ്ട്. എനിക്ക് അടുക്കാൻ വയ്യ. അന്നാണ് തീറ്റി കിട്ടാതെ ഞാൻ കരഞ്ഞത്. ആ പട്ടികൾ പല്ലിളിച്ചു. എൻ്റെ അച്ഛനെ ഞാൻ ഓർത്തു. ഒരു ഉരുളച്ചോറും. അന്ന് ഞാൻ ഒന്നും തിന്നിട്ടില്ല. എനിക്കൊന്നും കിട്ടിയില്ല. ആ പട്ടികൾക്കു തിന്നിട്ടും മതിയാവുന്നില്ല. അവ മാറുന്നില്ല. ഊണ് കഴിഞ്ഞ് ഇലയും കൊണ്ടുവരുന്നവർ മനുഷ്യരാണ്. അവർ എന്നെ നോക്കുന്നില്ല, കാണുന്നില്ല. ഇല ഓരോന്നായി വീപ്പയിലിടുന്നു. രാത്രിയിലും ഞാൻ പട്ടിണിയായിരുന്നു. എനിക്കുറക്കം വന്നില്ല. ഞാൻ പേടിച്ചു പോയി. നാളെയെക്കുറിച്ച് ഞാൻ ജീവിതത്തിൽ ആദ്യം ഓർത്തത് അന്നാണ്. അന്നോളം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പട്ടി വളർത്തിയ കുട്ടിയാണെങ്കിലും മനുഷ്യക്കുട്ടിയല്ലേ. അവനു നാളെയുണ്ട്. നാളെ എങ്ങനെ ഒരു ഉരുളച്ചോറ് സമ്പാദിക്കണം?